താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സ്വർണ്ണപ്പാളി വിവാദത്തിലെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി. കാര്യങ്ങൾ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. വിജിലൻസ് ഹാജരാകാൻ പറഞ്ഞാൽ താൻ ഹാജരാകും. മാധ്യമങ്ങൾ ക്രൂശിക്കുകയാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. തിരുവനന്തപുരത്തെ വീട്ടിൽ തിരിച്ചെത്തിയ ശേഷമായിരുന്നു പ്രതികരണം. ശനിയാഴ്ച ഹാജരാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ശനിയാഴ്ച ഹാജരാകും. അതാ ഞാൻ പറഞ്ഞ നിങ്ങൾ അത് മീഡിയ നിങ്ങളോട് എനിക്ക് പറയാൻ റൈറ്റ് ഇല്ല. നിങ്ങളത് എന്താ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാവും. ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഹാജരാവണമല്ലോ. അതുകൊണ്ട് ഒരു പ്രൈവസി, ഒരു മനുഷ്യന്റെ പ്രൈവസിയെ ഇത് ചെയ്യാതെ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്നത് എനിക്ക് ബോധ്യപ്പെടുത്താൻ അതിന്റെ കാര്യവും കാരണവും ബോധ്യപ്പെടുത്താനുള്ള അവസരം തരണം. പിന്നെ നിങ്ങൾ മാഡം വിളിച്ചാൽ ഉറപ്പായിട്ട് ഹാജരാണല്ലോ. കാര്യം അതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയോ? അതാണ് ഇപ്പൊ പറഞ്ഞത്. അതെനിക്ക് ഒരിക്കലും പറയാൻ കഴിയും. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും എന്നോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയയിൽ മുമ്പിൽ എനിക്ക് പ്രസന്റേഷൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു കാര്യം ചെയ്യണം. ഈ കാര്യങ്ങൾ എന്ത്, എങ്ങനെ, എപ്പോ, എവിടെ വെച്ചായി എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഒരു ദിവസം കൊണ്ട് ഇപ്പൊ ഹൈക്കോടതിയിലോട്ട് കേസ് ഫയൽ ചെയ്തതല്ലേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. ഇവിടെ വന്ന് ശരിക്ക് എന്റെ ഫാമിലിയുടെ പ്രൈവസി നഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഞാനൊരു തെറ്റുകാരനല്ല, എന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്വകാര്യത എന്നുള്ള രീതിയിലുള്ള ഒരു അന്തസ്സ് കീപ്പപ്പ് ചെയ്യാനുള്ള അവസരം മീഡിയ എല്ലാവരും എനിക്ക് തരണമെന്നാണ് എന്റെ ഒരു ചേരുന്നു. സ്വരൂപ വിജിലൻസ് വിളിപ്പിച്ചതല്ല എന്നാണോ പറയുന്നത് പോറ്റി? എപ്പോൾ ഹാജരാകണം എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴുണ്ടോ? ധന്യ, വിജിലൻസ് നോട്ടീസ് നൽകിയെന്നോ ഇല്ലെന്നോ ഉള്ള കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ദേവസ്വം വിജിലൻസിന്റെ നോട്ടീസ് കിട്ടിയതായിട്ടാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ശനിയാഴ്ചയായിരിക്കും അദ്ദേഹത്തോട് ഹാജരാവാൻ ആവശ്യപ്പെടുക. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹം ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരം പുളിമാത്തുള്ള വീട്ടിൽ എത്തിയത്. പക്ഷെ അദ്ദേഹം പറയുന്ന പ്രകാരം അദ്ദേഹം പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതി തീരുമാനിക്കട്ടെ. തന്നെ കോടതി ഇതുവരെയായിട്ടും ശിക്ഷിച്ചിട്ടില്ല. താൻ തെറ്റുകാരനല്ല. പക്ഷേ ഈ മാധ്യമങ്ങൾ തന്നെ ക്രൂശിക്കുകയാണ്. മാധ്യമങ്ങൾ തന്നെ തുലാസിൽ വെച്ച് അളക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എനിക്ക് അതിലൊന്നും തന്നെ പറയാൻ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. പക്ഷേ എല്ലാ വിവരങ്ങളും കോടതിയെ ധരിപ്പിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാവണം. അതാണ് തനിക്ക് ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് താൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകും. പക്ഷെ അത് വിളിക്കുന്നതിനനുസരിച്ചായിരിക്കും താൻ പോകുന്നത്. തൽക്കാലം മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ തനിക്ക് പറയാൻ കഴിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഈ തന്റെ സ്വകാര്യത മാനിച്ചുകൊണ്ട് എല്ലാവരും ആ വീട്ടിൽ നിന്ന് തന്നെ മാറണമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. സ്വകാര്യതയാണ്. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് താൻ കോടതി അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ മാത്രമേ പറയൂ. നേരത്തെ തന്നെ ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ താൻ നൽകിയിട്ടുണ്ടായിരുന്നു. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം തന്നെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ പറയും. തന്റെ പക്കലുള്ള വിവരങ്ങൾ അതുപോലെ തന്നെ രേഖകൾ അതെല്ലാം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.